നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ പഞ്ചനാമങ്ങൾ എന്നറിയപ്പെടുന്ന 5 നാമങ്ങളെ കുറിച്ചാണ്. ഈ 5 നാമങ്ങൾ നമ്മൾ നിത്യവും ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നൽകി ഭഗവാൻ അനുഗ്രഹിക്കും. നമുക്കറിയാം, വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അത്രമേൽ വലുതാണ്. അത്രയേറെ പ്രാധാന്യമുള്ള, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. എന്നാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ വ്യാഴാഴ്ചകളിലോ ഏകാദശി തിഥികളിലോ ആയിരിക്കും നമ്മളിൽ കൂടുതൽ പേരും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ ഈ 5 നാമങ്ങൾ നമുക്കറിയാം. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിലെ ഓരോ നാമത്തിനും ഓരോ അർത്ഥവും ഓരോ പ്രത്യേകതയുമുണ്ട്. അതിൽ തന്നെ ഭഗവാന്റെ ഈ ഒരു 5 നാമങ്ങൾ വളരെയധികം പവർഫുള്ളും ശക്തിയുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ 5 നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യമാണ് ഭഗവാൻ തരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 നാമങ്ങളെന്നും അതിന്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മഹാവിഷ്ണു ഭഗവാൻ നമ്മുടെ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈശ്വരനാണ്. ഭഗവാന്റെ 1000 നാമങ്ങൾ നമ്മൾ ജപിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു സ്നേഹം നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. സഹസ്രനാമത്തില് ഓരോ നാമത്തിനും ഓരോ രീതിയിലുള്ള ബന്ധമുണ്ട് മറ്റൊന്നുമായിട്ട്. അതായത് നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഈ വാക്കുകൾ, അതായത് സഹസ്രനാമത്തിലെ ചില പ്രത്യേക നാമങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തെടുത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അത് വളരെയധികം നല്ല വൈബ്രേഷൻ നമുക്ക് നൽകും. നമ എന്നറിയപ്പെടുന്ന ഓരോ നാമവും, അതായത് ഓം മാധവായ നമഃ, അങ്ങനെയാണല്ലോ വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ വരികളും. അപ്പോൾ ഓം നമ എന്നറിയപ്പെടുന്ന ഓരോ നാമവും നമ്മൾ ഓരോ ദിവസവും ജപിക്കുന്നതിലൂടെ ഓരോ രീതിയിലുള്ള വൈബ്രേഷൻ നമുക്ക് ഉണ്ടാവുകയും ഏകാഗ്രമായ ശ്രദ്ധയും ഉൾക്കാഴ്ചയും ജ്ഞാനവും സാക്ഷാത്കാരവും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് ഭഗവാൻ കൊണ്ടുതരികയും ചെയ്യും. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഈ ഒരു വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ ശ്ലോകം അർത്ഥമാക്കുന്നത് തന്നെ മനുഷ്യ ജീവിതത്തിന്റെ മുഴുവൻ ലക്ഷ്യവും പ്രപഞ്ചത്തിൽ അർപ്പിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിലോട്ട് മുക്തി നേടുക എന്നുള്ളതാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടും ഭക്തിയോടും കൂടി നമ്മൾ ഈ ഒരു വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന 5 നാമങ്ങൾ ചൊല്ലിയാൽ പ്രപഞ്ചത്തിന്റെ നാഥനായ ഭഗവാൻ മഹാവിഷ്ണു നമുക്ക് ഏറ്റവും നല്ലത് മാത്രമേ തരികയുള്ളൂ. എന്തുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിന് ഇത്രയും ശക്തി? വിഷ്ണു സഹസ്രനാമവും അതേപോലെ ലളിതാ സഹസ്രനാമവും നിത്യവും ജപിക്കുന്ന വീട്ടില് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം സഹസ്രനാമം അത് ദേവിയുടെ ആയാലും ദേവന്റെ ആയാലും സഹസ്രനാമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിഷ്ണു സഹസ്രനാമം ഭഗവാൻ മഹാവിഷ്ണുവിന് വേണ്ടി ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വ്യാഴഭഗവാന്റെ കടാക്ഷമാണ്. വ്യാഴം എന്ന് പറയുന്നത് സർവേശ്വര കാരകനാണ്, ബൃഹസ്പതി, ഗുരുഭഗവാൻ. ഗുരുഭഗവാന്റെ കടാക്ഷം നമുക്ക് ലഭിച്ചാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇനി ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ആദിപരാശക്തി ലളിതാദേവിയായിട്ടും ലക്ഷ്മി ദേവിയായിട്ടും സരസ്വതി ദേവിയായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. അതായത് മഹാലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണു ഭഗവാനെയും സഹസ്രനാമം ചൊല്ലി നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ ഒരു രീതിയിലുള്ള ദുഃഖമോ ദുരിതങ്ങളോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതൊരു പ്രപഞ്ച സത്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തെ വിളിക്കുക എന്ന് തന്നെയാണ്. കഷ്ടപ്പാടുകളിലും വേദനകളിലും ദുഃഖങ്ങളിലും നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം നമുക്ക് അതിന്റെ ഫലം തരുമ്പോൾ നന്ദിയോടും സന്തോഷത്തോടും കൂടി വീണ്ടും നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പോകും. നമുക്ക് ലഭിച്ച എല്ലാ സന്തോഷങ്ങൾക്കും നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യും.
ഏതൊരാൾക്കും ജപിക്കാവുന്ന മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമം. അതുമാത്രമല്ല, എത്ര തവണ വേണമെങ്കിലും നമുക്കിത് ജപിക്കുകയും ചെയ്യാം. ഏറ്റവും സാധാരണമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമം കംപ്ലീറ്റ് ആയിട്ട് ചൊല്ലുക എന്നതാണ്. ഇനി ജോലിക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കോ ഒന്നും എല്ലാ ദിവസവും ഇത് ജപിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭക്തിപൂർവം തുറന്ന മനസ്സോടുകൂടി നമ്മൾ ഭഗവാന്റെ ഞാൻ ഈ പറയുന്ന 5 നാമങ്ങൾ ജപിച്ചാൽ അനന്തമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാൻ നമ്മളെ ഇത് സഹായിക്കും. ഭക്തിയോടും ഏകാഗ്രതയോടും കൂടി എല്ലാ ദിവസവും നമ്മൾ ഈ നാമങ്ങൾ ജപിച്ചാൽ അതുവഴി മോക്ഷം നേടാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ പരമമായി ലക്ഷ്യമായി കണ്ട് ആരാധിക്കുകയും എന്നെ ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ജനന മരണ സമുദ്രത്തിൽ നിന്ന് ഞാൻ വേഗത്തിൽ മോചിപ്പിക്കും. കാരണം അവരുടെ ബോധം എന്നിലാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, മാർക്കണ്ഡേയ പുരാണത്തിലൊക്കെ ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിച്ചാല് നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനും ഭൗതികപരമായ ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, മോക്ഷം നേടാൻ സാധിക്കും. എല്ലാറ്റിനും പുറമെ നമ്മുടെ കുടുംബത്തിന് എപ്പോഴും ഭഗവാന്റെ ഒരു സംരക്ഷണ കവചം ഉണ്ടായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും ശരീരവും ശാന്തമായിരിക്കുകയും ചെയ്യും. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും നമുക്കതിനെ നേരിടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നാമജപത്തിന്റെ ഗുണം അല്ലെങ്കിൽ ഫലമാണ് ഞാനിപ്പോ പറഞ്ഞത്. അത്രമേൽ പ്രാധാന്യമുണ്ട് വിഷ്ണു സഹസ്രനാമത്തിന്. അപ്പോൾ ഞാൻ ഇനി പറയുന്ന ഈ 5 നാമങ്ങള്, പഞ്ചനാമങ്ങള് എന്നറിയപ്പെടുന്ന ഈ 5 നാമങ്ങള് നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയാല് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാകാൻ സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, രോഗദുരിതങ്ങൾ കൊണ്ട് വലയുന്നുണ്ടെങ്കിൽ, ഇവയിൽ നിന്നെല്ലാം രക്ഷ നേടാനും ഈ പഞ്ചനാമങ്ങൾ ജപിക്കുക വഴി സാധിക്കും. നമ്മുടെ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും എല്ലാത്തിനുമുപരി മനസ്സമാധാനവും സന്തോഷവും നിങ്ങളെ തേടിയെത്താനും ഇത് സഹായിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ആഗ്രഹത്തിനായിട്ട് നിങ്ങൾ വളരെ നാളായിട്ട് കഷ്ടപ്പെടുകയാണ്, പക്ഷെ തടസ്സം കാരണം അത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് ഈ പഞ്ചനാമങ്ങൾ നിത്യവും ജപിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും സാധിച്ചു കിട്ടും. ആദ്യം തന്നെ ഈ പഞ്ചനാമങ്ങൾ ജപിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ 5 നാമങ്ങള്, പഞ്ചനാമങ്ങള് നിങ്ങൾ ജപിക്കാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒരു വ്യാഴാഴ്ചയായിരിക്കണം. ഏത് വ്യാഴാഴ്ചയോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഇത് തുടങ്ങണം എന്ന് ആഗ്രഹം വരുന്നത്, അത് ഒരു വ്യാഴാഴ്ച തുടങ്ങുക. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇത് ജപിക്കാവുന്നതാണ്. ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം നമ്മൾ ഇത് ജപിക്കാനായിട്ട്. പീരീഡ്സ് ടൈമിലോ അതുപോലെ തന്നെ പുലാവാലായ്മയുള്ള സമയങ്ങളിലോ ഒന്നും തന്നെ ഇത് ചൊല്ലാനായിട്ട് പാടുള്ളതല്ല. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ച ശേഷവും നിങ്ങളിത് ജപിക്കാൻ പാടില്ല. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ആദ്യമായിട്ട് ചൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ്, സാധിക്കുമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു നെയ്ദീപം, മഹാവിഷ്ണു ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിച്ച് വെച്ച ശേഷം ആദ്യം ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ടാണ് ഈ ഒരു നാമം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഗണേശ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എൻ്റെ ഈ ഒരു ആഗ്രഹത്തിനായിട്ടാണ് ഞാൻ ഇന്നു മുതൽ ഈ ഒരു നാമങ്ങൾ ജപിച്ചു തുടങ്ങുന്നത്. ആ ഒരു ആഗ്രഹത്തിലേക്ക് എനിക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കണേ, ഒരു തടസ്സവും ഉണ്ടാകാതെ ആ ഒരു ലക്ഷ്യത്തിൽ എന്നെ എത്തിക്കണേ എന്നത് ആദ്യം ഗണേശ ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം ഈ 5 നാമങ്ങൾ ജപിച്ചു തുടങ്ങാം. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രമേ ഈ പറയുന്നത് പോലെ ദീപമൊക്കെ തെളിയിച്ചു വെച്ച് ചൊല്ലേണ്ട ആവശ്യമുള്ളൂ. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ജപിക്കാം. രാവിലെയും വൈകുന്നേരവും ഇത് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു സമയം നിങ്ങൾ തന്നെ കണ്ടെത്തി ഇത് ജപിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഓരോ നാമങ്ങളും 5 തവണ വീതം ചൊല്ലണം. അതായത് 5 നാമങ്ങൾ 5 തവണ ചൊല്ലണം. അപ്പോൾ 25 നാമങ്ങൾ വരും. അതായത് ആദ്യം ഈ പറയുന്ന 5 നാമവും ഒരു തവണ ചൊല്ലുക, വീണ്ടും ഒരു തവണ ചൊല്ലുക, അങ്ങനെ. അല്ലാതെ ഒരു നാമം മാത്രം 5 തവണ, ഒരു നാമം 5 തവണ, അങ്ങനെയല്ല. പറഞ്ഞത് വ്യക്തമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ നാമങ്ങൾ എന്നൊന്ന് നോക്കാം. ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് നാമം ജപിക്കാനായിട്ട്. നാമം ഞാൻ ഈ സ്ക്രീനിലും കൂടെ കൊടുക്കുന്നുണ്ട്.
ഒന്നാമത്തെ നാമം ഓം ഭൂതഭവനായ നമഃ. ഓം ഭൂതഭവനായ നമഃ. രണ്ടാമത്തെ നാമം ഓം സംമിതായ നമഃ. ഓം സംമിതായ നമഃ. മൂന്നാമത്തെ നാമം ഓം സൃഷ്ട്രേ നമഃ. ഓം സൃഷ്ട്രേ നമഃ. ഇനി നാലാമത്തെ നാമം ഓം സുവീരായ നമഃ. ഓം സുവീരായ നമഃ. ഇനി അഞ്ചാമത്തെ നാമം ഓം പ്രിയകൃതേ നമഃ. ഓം പ്രിയകൃതേ നമഃ. അപ്പോൾ ഇതാണ് പഞ്ചനാമങ്ങൾ. ഈ 5 നാമങ്ങൾ നമ്മൾ ജപിക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതിന് തുല്യമാണ് ഈ പഞ്ചനാമങ്ങൾ ജപിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവർക്ക് ഈ പഞ്ചനാമങ്ങൾ ജപിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഓം ഭൂതഭവനായ നമഃ, ഓം സംമിതായ നമഃ, ഓം സൃഷ്ട്രേ നമഃ, ഓം സുവീരായ നമഃ, ഓം പ്രിയകൃതേ നമഃ. ഇങ്ങനെ ഒരു തവണ ചൊല്ലുക. വീണ്ടും ഈ സെയിം പോലെ തന്നെ ഒന്നുകൂടെ ചൊല്ലുക. അങ്ങനെ 5 തവണയാണ് ചൊല്ലേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.